വേണമെങ്കിലും കുടിക്കാവുന്ന സിമ്പിൾ ഈസി ടേസ്റ്റി കഞ്ഞിയാണ് തരിത്തിരി കഞ്ഞി. എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏത് സമയത്തും കുടിക്കാവുന്ന ഈ കഞ്ഞി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കുക. കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇടുക. നെയ്യൊക്കെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ നെയ്യ് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചെറുതായിട്ടരിഞ്ഞ തേങ്ങയും കൂടി ഇട്ട് ഇളക്കി റോസ്റ്റ് ആക്കുക. ഉള്ളിയും തേങ്ങയൊക്കെ 1/4 ഭാഗം റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടുക. കാഷ്യൂ നട്ട്സും റോസ്റ്റായി കഴിയുമ്പോൾ കുറച്ച് റേസിൻസ് കൂടി ഇടുക. കാഷ്യൂ നട്ട്സും റേസിൻസും ഒക്കെ അവരവരുടെ താല്പര്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇവയെല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി ഇതേ പാനിൽ 1/2 കപ്പ് സേമിയ, 1/4 കപ്പ് റവ രണ്ടും കൂടി കുറച്ച് നേരം റോസ്റ്റ് ചെയ്യുക. ഇത് റോസ്റ്റായി കഴിയുമ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുക. റവയും സേമിയയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിക്കണം. ഇതിലേക്ക് 3 കപ്പ് പാലും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഇളക്കി 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ ആദ്യം വെള്ളം ചേർത്തതിന് പകരം വേണമെങ്കിൽ മുഴുവൻ പാലായിട്ടും ചേർക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കി ഇതിനെ 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇപ്പോൾ എല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് കൂട്ടാം. പാലൊഴിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചോ ഇത് നീട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഇളക്കുക. അതുപോലെ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് മധുരം ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിൽ മാത്രമേ മധുരം ചേർക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മധുരം കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇതിനകത്തേക്ക് ബാക്കി കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് ഇളക്കുക. നല്ലവണ്ണം ഇളക്കിയ ശേഷം ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. വളരെ രുചികരവും ഗുണപ്രദവുമായ തരിത്തിരിക്കഞ്ഞി റെഡിയായി. ഇത് സ്പൂൺ കൊണ്ട് കുടിക്കുകയോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കുടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. രുചികരമായ ഈ കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.